ഗംഗൻ, വിലാസിനി വെറുമൊരു ബഫൂണല്ല, കൂർമ്മ ബുദ്ധിക്കാരിയാണ്. കല്യാണിയുടെ സൈൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. ഉറക്കം വരുന്നെങ്കിൽ റൂമിൽ പോയി കിടക്ക്. പകല് നേരത്തെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി രാവുറങ്ങുമ്പോ അഖില എന്ന അമ്മ മാത്രമായി മാറുന്നത് ഞാൻ അറിയുന്നുണ്ട്. ആനന്ദിനെ ഓർത്ത് നീ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിരിക്കുമ്പോ പലപ്പോഴും കണ്ണുകളടച്ച് ഞാൻ ഉറക്കം നടിച്ചു കിടക്കാറാ പതിവ്. നീ നിന്റെ മകനോട് കാണിക്കുന്ന ഈ വെറുപ്പിന് എന്ത് ന്യായമാക്കില്ല നിനക്ക് പറയാനുള്ളത്? ഒരേ ഒരു ന്യായം, എനിക്കങ്ങനെ ഒരു മകനില്ല എന്നുള്ള ന്യായം. കൊള്ളാം. അതാരോട് പറയുന്നേ? ഓ, പത്രസമ്മേളനം വിളിച്ച് അവരോട് പറയുമായിരിക്കും. അതെ, വേണ്ടി വന്ന പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി പറഞ്ഞിട്ടും. എന്താ നിർത്തിയത്? പറയേ. കടപ്പുറത്ത് ചെന്ന് മകന് ബലിച്ചോറ് ഉരുട്ടി വയ്ക്കുമായിരിക്കും അല്ലേ? കൃഷ്ണേട്ടാ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അമ്മയ്ക്കും മകനുള്ള അവാർഡ് സമ്മാനിക്കുന്നതിന് മുമ്പാണിതെങ്കിൽ അത് മകന്റെ മരണാനന്തര ബഹുമതിയാക്കി മാറ്റാം. കൃഷ്ണേട്ടാ, ഈ അഖില ഒരു ബിഗ് സീറോയാണെന്ന് തോന്നുന്നത് മക്കൾ എന്നെ മനസ്സിലാക്കാത്തോണ്ടല്ല, മറിച്ച് കൃഷ്ണേട്ടൻ എന്റെ മനസ്സറിയാതെ പോകുമ്പോഴാ. അല്ല, അറിയാതെ പോകുന്നത് നീയാ. എന്റെ മനസ്സ് മാത്രമല്ല, നമ്മുടെ മക്കളുടെ മനസ്സ്. സ്വയം അന്ധത വരിച്ച് സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാത്ത വിധത്തിൽ ഗാന്ധാരിയായി ഒടുങ്ങരുത് നിന്റെ ജീവിതം. അമ്മയായി വിജയിച്ചത് എപ്പോഴും കുന്തിയാണെന്ന കാര്യം മറക്കരുത് നീ. കൃഷ്ണേട്ടാ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് ഭാവിച്ച് നീ നിന്നെ തന്നെ ചതിക്കുക. നീ സ്വയം ഒരുക്കിയ ഈ വാൽമീകം ഒരിക്കലൂടായും. അന്ന് മനസ്സും ശരീരവും വികൃതമായി പോവുകയില്ല. നിന്നെ ജീവനോളം സ്നേഹിച്ച ദാസ് ഇപ്പൊ ജീവനോടെ ഉണ്ടോ? എനിക്കറിയില്ല. ആ മനുഷ്യൻ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരച്ഛനാ. എന്നിട്ട് ആ മക്കളെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് നീ മാത്രമാ കാരണക്കാരി. ഈ ഭാവമൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കുവാക്കില്ല. അച്ഛൻ ഞങ്ങളെയൊക്കെ വിട്ട് എവിടേക്കാ പോയത്? അച്ഛനെ കാണാൻ
അറിഞ്ഞിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അച്ഛന്റെ ഈ മകള് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അഖില മേഡത്തിനോടുള്ള നന്ദിയും സ്നേഹവും കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നതെന്നും എനിക്കറിയാം. എന്നാലും ഞങ്ങളെ കാണാണ്ട് എങ്ങനെ അച്ഛൻ മാറി നിൽക്കണേ? ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? ഈ ഷർട്ട് ഇവിടെ തൂക്കിയിട്ട ഞാനാ. ഉറങ്ങുമ്പോ അച്ഛൻ്റെ ഈ ഷർട്ട് ഇട്ടാ ഞാൻ ഉറങ്ങാറ്. അപ്പോ എന്റെ അച്ഛൻ കൂടെ ഉണ്ടെന്ന് തോന്നും ചേച്ചി. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരുവടാ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അച്ഛനെ ഓർക്കാതിരിക്കാൻ നോക്കും. അച്ഛനൊന്ന് വിളിച്ചു നോക്കാം ചേച്ചി, ചിലപ്പോ എടുത്തേക്കും. നീ പറഞ്ഞത് ശരിയാ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. വിളിക്കേ ചേച്ചി. ബെല്ലുണ്ട്. അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. അച്ഛൻ ഇപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കും. അച്ഛന് ദേഷ്യമൊന്നും ഉണ്ടാവില്ല ചേച്ചി. പാവം നമ്മളെപ്പോലെ സങ്കടപ്പെടുകയായിരിക്കും. അഖില മേഡത്തിന്റെ പിണക്കം മാറിയാൽ അന്ന് തന്നെ അച്ഛനിങ്ങ് തിരിച്ചു വരും. ചേച്ചി നോക്കിക്കോ. വിഷമിക്കാതെ ചേച്ചി, എല്ലാം മാറും. ദേ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട വലിയ ഇങ്ങനെ സങ്കടാവും. സന്തോഷമായിട്ടിരിക്കെ. എന്തുപറ്റി? എന്താ ചേച്ചി അനിയനും കൂടി? അല്ല വല്യുഞ്ഞി, അച്ഛനെ ഫോൺ ചെയ്തിരുന്നു. ഓ, ദാസേട്ടനെ എടുത്തില്ലായിരിക്കും അല്ലേ? ഇല്ല. കല്യാണി, അമ്മയും ദാസേട്ടനും ഒന്നും ഇല്ലെങ്കിലും എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ. പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? ഏയ്, എല്ലാരെയും വെറുപ്പിച്ച് ഒന്നായത് ഇങ്ങനെ സങ്കടപ്പെടാനല്ല, സന്തോഷിക്കാനാ. അല്ല അനിയൻകുട്ടാ? പിന്നല്ലാതെ, ഓരോത്തിനും ഓരോ കാരണങ്ങളുണ്ടാവില്ലേ? കണ്ടോ, അനിയൻകുട്ടന് കാര്യങ്ങൾ അറിയാം. എന്റെ അളിയനെ കണ്ടുപിടിക്കും നീ. ആ പിന്നെ എനിക്ക് 1-2 മെയിൽ അയക്കാനുണ്ട്. ഞാനിപ്പോ വരാം. സമാധാനമായി. ഞാൻ കരുതി ഇനി അഖില ടോണിക്കും കുടിക്കാതെ പള്ളി ഉറക്കമായി കാണുമെന്ന്. ഭാഗ്യം, ഉറങ്ങിയില്ല. അയ്യോ ചേച്ചി. എന്തുപറ്റി വിലാസിനെ? നീ ഉറങ്ങില്ലേ? ഇല്ല ചേച്ചി. ചേച്ചി എന്തെങ്കിലും കഴിച്ചോ, ടോണിക്ക് കുടിച്ചോ എന്നൊന്നും അറിയില്ലല്ലോ. അതാ ഞാൻ ചേച്ചിയെ വന്ന് നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചത്. ചേച്ചി എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഇപ്പൊ പാല് കുടിച്ചതേ ഉള്ളൂ. വെറും പാല് മാത്രം കുടിച്ചിട്ട് എന്താ കാര്യം? അത്താഴം കഴിക്കണ്ടേ? വിശപ്പില്ല വിലാസിനെ, നീ പോയി കിടന്നു. കൊള്ളാം, വിശപ്പില്ലെന്നോ? അല്ല അതുപോട്ടെ, ചേച്ചി ടോണിക്ക് കുടിച്ചോ? കഴിച്ചില്ല, കിടക്കുന്നതിന് മുൻപ് കഴിക്കാം.
എനിക്കറിയാം ചേച്ചി എല്ലാം മറന്നു പോകുന്നു. ശ്ശോ. ആകെ മനസ്സ് തകർന്നിരിക്കുന്ന ചേച്ചി ടോണിക്കിന്റെ കാര്യം മറന്നു പോകുന്നതിൽ വലിയ ആശ്ചര്യമൊന്നും ഇല്ല. എനിക്കത് അറിയാലോ. അതാ കിടന്നിട്ടുറക്കം വരാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിലാസിനി ഞാൻ കഴിച്ചോളാം. അയ്യോ, വെറുതെ ഇരിക്കുക ചേച്ചി. ദേ, മുടങ്ങാതെ ടോണിക്ക് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ? മുടങ്ങാതെ കഴിക്കണം ചേച്ചി. ദേ, നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണ്ടേ? മാത്രമല്ല, സ്ഥിരമായിട്ട് കഴിച്ചില്ലെങ്കിലേ ഇതുകൊണ്ട് ഒരു ഫലവും കിട്ടില്ല. കുടിക്ക്. എന്താ ചേച്ചി നോക്കുന്നേ? അയ്യോ, ചേച്ചിയുടെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എനിക്ക് ചേച്ചിയുടെ സ്നേഹം മാത്രം മതി. ഇവിടെയുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ സ്വത്തിന് വേണ്ടിയാ ചേച്ചിയുടെ കൂടെ കൂടിയിരിക്കുന്നേന്നോ? സത്യം ഞാൻ മാത്രം അറിഞ്ഞാ മതിയല്ലോ. ചിലര് പറയുന്നതേ ഞാൻ ചേച്ചിയുടെ കാലിൽ പിണഞ്ഞു കിടക്കുന്ന പാമ്പാണെന്നാ. ഞാൻ ചേച്ചിയുടെ കാലിൽ പിണഞ്ഞു കിടക്കുന്ന പാമ്പൊന്നും അല്ല. ചേച്ചി കാലുകൊണ്ട് എത്ര തട്ടിയെറിഞ്ഞാലും നന്ദിയോടെ ആ കാലിനടുത്തേക്ക് വാലാട്ടി വീണ്ടും വീണ്ടും വരുന്ന ഒരു നായ്ക്കുട്ടിയാ ഞാൻ. ടോണിക്ക് കുടിക്ക് ചേച്ചി, കുടിക്ക്. കുടിക്ക് കുടിക്ക്, എന്നാലേ വേഗം അങ്ങ് ചെല്ലാൻ പറ്റൂ. വെള്ളം വേണോ ചേച്ചി? വേണ്ട, നീ പോയിക്കോളൂ. ഇനി ചേച്ചി റെസ്റ്റ് എടുത്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി ചേച്ചി, പോട്ടെ. ഞാൻ നിന്റെ കാലിൽ ചുറ്റിയ പാമ്പല്ല, കഴുത്തിൽ ചുറ്റിയ പാമ്പാ. നിന്റെ ഉള്ളിൽ വിഷം ഇറക്കി കൊല്ലും ഞാൻ.